സഹോദരന്മാരെ, ഇലക്ഷൻ പ്രചരണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ ഓരോ മതേതരത്വ വിശ്വാസികളും കരുതലോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ട ദിവസങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ വളരെയധികം കള്ളപ്രചരണങ്ങളും വർഗീയ വിഷം തുപ്പുന്ന പ്രചരണങ്ങളുമായിട്ട് ചില വ്യക്തികൾ എന്ന് പറഞ്ഞാൽ മാന്യത ചമഞ്ഞുകൊണ്ട് ഓരോ പേർക്കും കയറി വരും. അതിന് ഉദാഹരണമാണ് ഈ കാണുന്ന വീഡിയോ. നിങ്ങളെല്ലാവരും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇദ്ദേഹം പറയുന്നത് കേരളത്തിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും അതേപോലെ പാചകവാതക സിലിണ്ടറിന്റെയും വില വർദ്ധിപ്പിച്ചത് പിണറായി സർക്കാരാണ്. അതേപോലെ പെൻഷൻ പൈസ 10 കൊല്ലമായിട്ട് 400 രൂപയാണ് ഇടതുപക്ഷ സർക്കാർ കൂട്ടിയത്. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള പച്ച കള്ളങ്ങൾ ഇദ്ദേഹം പറയും. ഇങ്ങനെ പല വിഷയങ്ങളും അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ പഞ്ചായത്ത് ഇലക്ഷന്റെ മുമ്പ് നിങ്ങൾ കണ്ടിട്ടില്ലേ, SIR നടപ്പാക്കുന്നത് കേരള സർക്കാരാണ്, പിണറായി വിജയനാണ്. ഇവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം എന്ത് ചെയ്യും, പാകിസ്ഥാനിലേക്കും ബംഗ്ലാദേശിലേക്കും പറഞ്ഞേക്കാനാണ് പിണറായി വിജയന്റെ ഉദ്ദേശം എന്നുള്ള പറഞ്ഞ പച്ചക്കളവും പച്ച വർഗീയതും ഓരോ പേർക്കും കയറിയിട്ട് പറയും. അത് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഈ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിലാണ്. ഇന്ന് ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ ഒരു പ്രസ്താവന ഉണ്ട്, നമ്മൾ മതം പറഞ്ഞിട്ട് വോട്ട് പിടിക്കലില്ല എന്ന്. അത് കാണുമ്പോൾ ചിരിയാ വരുന്നു. മതം പറയാണ്ട് മുസ്ലിം ലീഗിന് എവിടെയാ വോട്ട് കിട്ടുക? അവരെ ജീവവായു തന്നെ എന്താ പറയാ മതമാണ്. പക്ഷെ അവർക്ക് മതവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷെ മതത്തെ ദുരുപയോഗം ചെയ്തുകൊണ്ട് അവരെങ്ങനെയാണ് 2 വോട്ട് കിട്ടുക? അതിനുള്ള കൂലങ്കഷമായ ചിന്ത വെച്ച് നടക്കുന്നവരാണ് ഈ മുസ്ലിം ലീഗുകാർ. അത് നമുക്കറിയുന്ന കാര്യമല്ലേ. നമ്മളല്ലേ ഈ മുസ്ലിം ലീഗിന്റെ കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ ജീവിച്ച് വളർന്നവരാണല്ലോ. ഞാൻ വോട്ട് ചെയ്തത് AP അബ്ദുള്ള കുട്ടിക്കായിരുന്നു ആദ്യം വോട്ട് ചെയ്തത്, ഫസ്റ്റ് മത്സരിക്കുന്ന സമയത്ത്. ആ കാലഘട്ടത്തിൽ നടത്തിയ പ്രചരണം, അന്ന് ക്യാമറ ഇതൊന്നും ഇല്ലല്ലോ. ആ കാലഘട്ടത്തിൽ ഇവർ ഈ മുസ്ലിം കേന്ദ്രീകൃത പ്രദേശങ്ങളിൽ പ്രചരിപ്പിച്ച് ഓരോ പ്രചരണങ്ങൾ എടുത്ത് ഓർമ്മിച്ചൊക്കെ അങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ കാലഘട്ടത്തിലും ഈ പഞ്ചായത്ത് ഇലക്ഷൻ ആയിക്കോട്ടെ എല്ലാ സമയത്തും ഒരു ഇടതുപക്ഷത്തിന് എതിരായിട്ട് വരുന്ന സ്ഥാനാർത്ഥി ഹിന്ദു ആണെങ്കിൽ അമുസ്ലിം ആണെങ്കിൽ മറുവശത്ത് നിൽക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ പിന്നെ പറയണ്ട, അവിടെ പറയാൻ വേണ്ടി പറ്റുന്ന ഇത് ആരാന്ന് പോയിട്ട് പറയാന്നറിയാം. അതാണ് ചിന്തിക്കേണ്ടത്. നാട്ടിലുള്ള ഒന്നിനും കൊള്ളാത്ത വ്യക്തികളല്ല ഇത് ഓരോ പേർക്ക് പോയിട്ട് പ്രചരണം നടത്തുക. ഇദ്ദേഹം തന്നെ നോക്കി നിങ്ങൾ, ഇദ്ദേഹം ആ നാട്ടിലെ പള്ളിയിലെ ഉസ്താദാണ് എന്ന് പറയപ്പെടുന്നു. ഇതേപോലത്തെ പള്ളിയിലെ ഉസ്താദുമാർ, അതേപോലെ ആജിക്കമാർ, അല്ലെങ്കിൽ ആ നാട്ടിൽ കൊള്ളാവുന്ന 2 മുമ്പിൽ വെക്കാൻ വേണ്ടി പറ്റുന്ന ഇവരാണ് എന്ത് ചെയ്യുക, അസ്റ് നിസ്കരിച്ചിട്ട് നേരെ ഓരോ പേർക്കേക്ക് കയറും. ആ പേർക്കേക്ക് കയറുമ്പോൾ ആടെ ആണുങ്ങൾ ഉണ്ടാ നോക്കുക ആദ്യം. ആണുങ്ങന്മാരില്ലാത്ത പേർക്ക് കയറിയിട്ട് എന്താ പറയുക, പെണ്ണുങ്ങന്മാരോട് കുട്ടികളോട് ഇങ്ങനെ പച്ച വർഗീയത പറയും. ഇവരെ പോലെയുള്ള മാന്യന്മാർ വരുമ്പോൾ അവർക്കൊന്നും പറയാൻ കഴിയില്ല. പെണ്ണുങ്ങന്മാർ വേഗം കസാര ഇട്ട് കൊടുക്കും, ഇരിക്കാൻ വേണ്ടി പറയും, വേണമെങ്കിൽ ചായയും കൊടുക്കും, അവിടെ ഇരുത്തു. അന്നേരമാണ് ഈ വർഗീയ വേഷ ഇവർ തുപ്പൽ. പൊതുവെ അങ്ങനെയാണ് കണ്ടുവരുന്നത്. അത് നമ്മൾ മുൻകാലങ്ങളിൽ കണ്ടതുകൊണ്ടാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങളെല്ലാവരും കരുതിയിരിക്കുക. ഇങ്ങനെയുള്ള വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതിനൊരു വഴി ഞാൻ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊന്നും വേറെ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റൂല. ഞാൻ കണ്ടൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പൊരന്റെ മുൻഭാഗത്ത് ചുറ്റുഭാഗത്ത് മൊത്തത്തിൽ എന്ത് ചെയ്യുക, 2-3 ക്യാമറ വെക്കാൻ വേണ്ടി പൈസ ഇല്ലെങ്കിൽ വെറും 4 ഓർഡർ കൊണ്ടാട്ട് വെക്കുക. ഈ ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വർഗീയവാദികൾ കൂടുതൽ ഉറഞ്ഞു തുള്ളാൻ വേണ്ടിയിട്ട് നിൽക്കൂല. അത് നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ഖുർആൻ ഓത്ത് കേൾക്കുന്നിടത്ത് ഈ ഷെയ്ത്താന്മാർ ഇബ്ലീസുമാർ കൂടുതൽ വന്നിട്ട് നിൽക്കൂല. അതേപോലെ ഈ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഈ കുറുക്കന്മാർ കൂക്കുന്ന എന്തുകൊണ്ടാണെന്നറിയാം? അത് ആ ബാങ്കിന്റെ അല്ലാഹു അക്ബർ എന്ന് കേൾക്കുമ്പോൾ അവർക്ക് എന്തോ ഒരു അസ്വസ്ഥതയാണ്. അതുകൊണ്ടാണ് അവർ കൂക്കുന്നത്, പായിന്ന് ഓടുകയെല്ലാം ചെയ്യുന്നത്. അതേപോലെ ഈ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ കള്ളന്മാർ, ഈ വർഗീയവാദികൾ ഒന്നും എന്ത് ചെയ്യില്ല, ക്യാമറ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ അവരെന്ത് ചെയ്യുക, നിന്ന് കളിക്കൂല. അതുകൊണ്ട് ഇതൊരു പരിഹാരമാണ്, അല്ലാണ്ട് വേറെ പരിഹാരമൊന്നും ഇല്ല. എന്തായാലും ഇവരെന്ത് ചെയ്യൂ, 2-3 ദിവസം കൊണ്ട് ഇനി വീടുകൾ കയറലായിരിക്കും, പച്ച വർഗീയത വന്നിട്ട് പറയും. അതിനൊരു പരിഹാരമായിട്ട് ഈ ഗുജറി പോയിട്ട് കിട്ടുന്ന ഈ ഓർഡർ എന്ത് ചെയ്യുക, ക്യാമറന്റെ ഓർഡർ കൊണ്ടാണ്ട് ഓരോ പേരുടെ മുമ്പിൽ വെക്കലാണ് ഏറ്റവും നല്ലതാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഓരോ മതേതരത്വ വിശ്വാസികളും കണ്ണിലെണ്ണ ഒഴിച്ച് കാത്തു നിൽക്കേണ്ട സമയമാണ് ഇപ്പോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളെ മതേതരത്തെ കേരളം, എല്ലാ ജാതി മതസ്ഥരും ഒരുപോലെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഈ കേരളത്തിൽ ഇങ്ങനെയുള്ള വർഗീയവാദികളെ തിമിർത്താടാൻ നമ്മൾ വിടറ്. അതിന് കൃത്യമായ മറുപടികൾ കൊടുത്തിട്ട് മുന്നേറണം. നമുക്ക് ഇനിയും ജീവിക്കേണ്ടതാണ്. ഈ ഇലക്ഷൻ ഇന്നോ നാളെയോ കഴിയും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മതമുള്ളവനിക്കും ഇല്ലാത്തവനിക്കും എല്ലാം ഒരുമിച്ചിട്ട് ഒരേ പാത്രത്തിൽ ഉണ്ടിട്ട് എന്ത് ചെയ്യേണ്ട മുന്നോട്ട് പോകേണ്ടവരാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു.